എല്ലാവർക്കും റിയാക്ട് ഷെമീർ ബ്രോ ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, അവർക്ക് പറയാനുള്ളതല്ല അവരൊന്നും പറഞ്ഞില്ലേ. നിങ്ങൾ ഒരു സൈഡ് മാത്രമല്ല കേൾക്കുന്നുള്ളൂ. എനിക്ക് അറിയത്തില്ല ഇത് ആരുടെ ഭാഗത്താ ശരിയെന്നൊന്നും. തൊപ്പിയുടെ സൈഡ് നിങ്ങൾ കേട്ടില്ലല്ലോ. അവൻ ഇന്ന് ലൈവ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ ലൈവ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവൻ ഇന്ന് ലൈവ് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ തൊപ്പി ലൈവ് ഇട്ടിട്ട് അവന്റെ സൈഡ് ക്ലിയർ ചെയ്യട്ടെ. അവന്റെ സൈഡൂടെ കേട്ടിട്ട് തീരുമാനിക്കാം എന്താണ് കാര്യം, ആരാണ് പ്രശ്നം എന്നുള്ളതൊക്കെ. ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാലോ നമുക്ക് ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് എന്താന്നൊക്കെ. MRC ഡിസ്ബാൻഡിലാവോ? ബൂട്ട് ക്യാമ്പ് ഒക്കെ സ്വപ്നം കണ്ടിറങ്ങിയ ടീമുകളുണ്ടെന്ന്. ബ്രോ ഞാൻ പറയട്ടെ, ഈ RP ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല. ഞാൻ ഇത് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് പോസിബിൾ അല്ല ബ്രോ. RP എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് മാനേജ് ചെയ്തോണ്ടിരുന്നത് ഞാനാണ്. മാനേജ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് പൈസ ഒന്നും കൊടുത്തോണ്ടിരുന്നതല്ല. അങ്ങനെ പറയരുത്. പൈസ കൊടുത്തത് ശരത്തേട്ടനും ഇവരൊക്കെയാണ്. പക്ഷെ ഉണ്ടല്ലോ, ഒരു ബൂട്ട് ക്യാമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുട്ടൻ ടാസ്കാ. ഇപ്പൊ ഞാൻ തൊപ്പി നിൽക്കുന്നത് പോലത്തെ ഒരു ഗ്യാങ് ഹൗസിന്റെ കാര്യമല്ല ഞാൻ പറയണത്. പ്ലേയേഴ്സിന് ഇത്രയും പേരെ കൊണ്ടുവരുന്ന ബൂട്ട് ക്യാമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക് ഉള്ള കാര്യമാണ്. ഞാന് കൊമ്പന് ഞങ്ങൾ എല്ലാവരും അടക്കം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഒരു ബൂട്ട് ക്യാമ്പ്. ഒരു ബൂട്ട് ക്യാമ്പിലെ എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തോണ്ടാവും. ഒരാളെ പോറ്റാൻ നമുക്ക് ഭയങ്കര പാടാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര പേരെ ഒരിടത്ത് ഇതിനകത്ത് നിന്ന് അവരുടെ ഫുഡും ഇലക്ട്രിസിറ്റി ബില്ലും മറ്റേ ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്ന് മാനേജ് നിങ്ങൾ ആലോചിക്കുന്നതിന്റെ അപ്പുറമായിരിക്കും. എന്നുവെച്ചാൽ ഒരു കുക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ എക്സ്പെൻസുകളൊക്കെ എന്തായിരുന്നു എന്നറിയോ? എൻ്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞങ്ങൾക്ക് റെന്റ് മാത്രം ഒരു മാസം 85,000 രൂപ 90,000 രൂപ അടുപ്പിച്ച് റെന്റ് ഉണ്ടായിരുന്നു. റെന്റ് മാത്രം, മനസ്സിലായ? അപ്പോ ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഈസി അല്ല. അവിടുന്ന് തുടങ്ങും. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കി, ഒരു ബൂട്ട് ക്യാമ്പിൽ ഒരു 5 പേര് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ 5 പേരുടെ വൈഫൈയുടെ പൈസ, കറണ്ട് ബില്ല് നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. 5 PC ഇരുന്ന് ഫുൾ ടൈം മറ്റേ ഓടുക എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് എത്ര രൂപ വരും? ആവറേജ് ബ്ലൈൻഡ് ബൂട്ട് ക്യാമ്പിലെ കറണ്ട് ബില്ല് ഒരു 60,000 50,000 രൂപ അടുപ്പിച്ചെന്തോ ആയിരുന്നു, മനസ്സിലായ? 50,000 60,000 രൂപയായിരുന്നു കറണ്ട് ബില്ല് മാത്രം. പിന്നെ ഇത്രയും പേരുടെ ഫുഡ് ഇതിനകത്ത് പിന്നെ എന്താ ഈ പറയണതുപോലെ ഈ സ്ട്രീം ചെയ്യാത്തത് തന്നെ മറ്റേ ഇവരുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ, മറ്റേ ലൈനപ്പിൽ ആൾക്കാരുണ്ടായിരുന്നു. അത് അവർ ലൈവ് ഇട്ടില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ ഫുൾ ടൈം അവിടെ നിന്ന് കളിക്കും. അപ്പൊ ബൂട്ട് ക്യാമ്പ് ഏകദേശം നമ്മളൊരു 13 പേരുണ്ടായിരുന്നു. 13 പേരുടെ ഫുഡ് എക്സ്പെൻസും ഇൻ കേസ് നമ്മളൊരു കുക്കിനെ വെച്ചാൽ പോലും കുക്ക് ചേട്ടൻ ഒരു മന്ത്ലി ഒരു 25,000 സാലറി കൊടുക്കണം. നമ്മളൊരു കുക്കിനെയാണ് വെച്ചത്, ഒരു 10-25,000 രൂപ സാലറി മന്ത്ലി കുക്കേട്ടന് കൊടുക്കണമായിരുന്നു. പിന്നെ ഈ സാധനം ഇല്ലാതെ ഇത് മേടിക്കാൻ പറ്റത്തില്ല. ഇത് മൊത്തം സാധനങ്ങൾ മേടിക്കണമല്ലോ, സാധനങ്ങളുടെ പൈസ, ഇതെല്ലാം കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ അത്രയ്ക്ക് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി. RP എന്ന് പറയണത്, ഞാൻ പറയണത് എന്റെ വിശ്വാസം ഞാൻ പറയുവാണേ, RP എന്ന് പറയുന്നത് ഗ്യാങ്ങിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നല്ലൊരു ഗ്യാങ് ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു TVക്ക് ഒരു ബൂട്ട് ക്യാമ്പ് തുടങ്ങിയിട്ട് വരാൻ താല്പര്യമുള്ള 40 മെമ്പേഴ്സ് ഉള്ളതിൽ വരാൻ താല്പര്യം ഉള്ള ഒരു 25-30 പേരുണ്ടെന്ന് വിചാരിച്ചോ. ഈ 30 പേരിൽ എനിക്ക് 20 പേരെ അല്ലെ 15 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ആ 15 പേരെ മാത്രം ഞാൻ ബൂട്ട് ക്യാമ്പിൽ കൊണ്ടുവച്ചാൽ അത് വശോഭേദമാവും. അവിടെ തുടങ്ങും ഗ്യാങ്ങിൽ ഈഗോ ക്ലാഷ്. അല്ലെങ്കിൽ 40 പേരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ക്യാമ്പ് തുടങ്ങാനുള്ള കേപ്പബിലിറ്റി വേണം. അതില്ലാത്തടത്തോളം കാലം അത് പോസിബിൾ അല്ല. ഒരു RP ഗ്യാങ്ങിന് ബൂട്ട് ക്യാമ്പ് തുടങ്ങാന്ന് പറയുന്നത് പോസിബിലിറ്റി ഉള്ള കാര്യമേ അല്ല, മനസ്സിലായോ? കറന്റ്ലി ഉള്ള സെനാറിയിൽ ഞാൻ പറയാം, നമ്മുടെ സിറ്റിയിൽ 35 സ്ലോട്ട് ഉണ്ട്. പ്ലസ് ഒരു 5 പേരെ നമ്മൾ മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ 40 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ക്യാമ്പ് വേണം. 40 പേരെ ഒരു മാസം അക്കോമഡേറ്റ് ചെയ്ത് 40 പേരുടെ PCയും 40 പേരുടെ കറണ്ട് ബില്ല്, 40 പേരുടെ വൈഫൈ, 40 പേർക്കുള്ള ഫുഡ്. അയ്യോ, കാണ്ട് ഈവൻ ഇമാജിൻ. അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റൂല കേസ്. റിട്ടേൺ ഉണ്ടാക്കുന്ന പോട്ടെ, പൈസയുടെ കാര്യമല്ല പോട്ടെ, അത് എക്സോസ്റ്റ് ഓഫ് മണിയാണ്. വെറുതെ എക്സോസ്റ്റ് ചെയ്യണം, മനസ്സിലായ? അത് പോസിബിലിറ്റി അല്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. സ്റ്റോപ്പ് വേണം. അയ്യോ, ഞാനത് തീരുമാനിച്ചോളാം ബ്രോ, ഞാൻ എപ്പം നിർത്തണം എപ്പം തുടങ്ങണം എന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. 40 പേരുടെ കുപ്പിടാ എന്താടാ ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഈ ചെയറിന് എന്തോ ഒരു ചെയർ കുറച്ച് താന്നില്ലേ, ഞാനിത് കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇതേ. ഈ അവന്മാരെല്ലാം വന്നപ്പം അവന്മാരെ ചെയറും ഇതിലെല്ലാം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാ. നമ്മള്
നോ കോൺട്രവേഴ്സി മോൺസൺ. നമുക്കൊരു കോൺട്രവേഴ്സി ഇല്ലടാ, നമുക്കൊരു കോൺട്രവേഴ്സി ലൈറ്റ് ഇട്ടില്ലടാ അതിന്റെ. എടാ ഉറങ്ങിപ്പോടാ, ഞാൻ വെളിയിൽ പോവാൻ മറന്നു പോയടാ, അതിനൊരു ബ്രിക്ക് മേടിക്കണോടാ, ഒരു ഇത് കുത്താൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ബ്രിക്ക് മേടിക്കണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. എടാ ഞങ്ങള് ബ്ലൈൻഡിലെ കുക്കേട്ടനെ കഴിഞ്ഞ ദിവസം വിളിച്ചു, പുള്ളിയുടെ നമ്പർ റിങ് ചെയ്തു, പക്ഷെ പുള്ളി എടുത്തില്ല. ഞാൻ ഒത്തിരി ആ നമ്പർ പോയിന്ന് വിചാരിച്ചു. എന്റെ പഴയ ഒരു ഫോൺ ഓൺ ആക്കിയപ്പോ ആ ഫോണിനകത്ത് കുക്കേട്ടന്റെ നമ്പർ കിടന്ന്. കുക്കേട്ടനെ വിളിച്ചിട്ട് പക്ഷെ ഫോൺ എടുത്തില്ല. പുള്ളി എവിടാണോ ആവോ, പാവോ അല്ലേ. നിങ്ങക്ക് ഓർമ്മയുണ്ടോ പുള്ളിയെ? നിങ്ങക്ക് ഓർമ്മയുണ്ടോ? അയ്യോ പാവ, ഒരു കോടാണ് ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പില്. നിങ്ങക്ക് പണ്ടത്തെ ബ്ലീഡിനെയൊക്കെ ഓർമ്മയുണ്ടോ? ബ്ലീഡിനെയൊക്കെ ഓർമ്മയില്ലേ? ബ്ലൈൻഡിന്റെ മാനേജർ ബ്ലീഡിനെ. ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് ചന്ദ്രൻ പുള്ളി വെള്ളം അടിച്ച മറ്റേ പടയപ്പയാണ്, ശബ്ദക്കൂരി മറ്റേതാണ് കേട്ടോ. അപ്പൊ പുള്ളി വർഷങ്ങളായിട്ട് ഫാമിലിന്നൊക്കെ വെള്ളമടിയൊക്കെ നിർത്തി വെച്ചിരുന്ന ആളാണ് കേട്ടോ. ചന്ദ്രൻ ബർത്ത്ഡേക്ക്, നമുക്കിത് അറിയത്തില്ല കേട്ടോ, പുള്ളി വെള്ളമടി നിർത്തി വെച്ചിരിക്കുവായിരുന്നു എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ചന്ദ്രൻ ബർത്ത്ഡേക്ക് സന്തോഷത്തിന്റെ പുറത്ത് 2 പെഗ് കൊടുത്തതാ. അരമണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളി ഷർട്ടൊക്കെ ഊരി അടുക്കളയിൽ ചിക്കൻ ഇറക്കുന്ന കത്തിയൊക്കെ ആയിട്ട് ബ്ലീഡിന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. നീ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാ നിന്റെ ഞാൻ കശക്ക് വന്ന്. അതൊക്കെ ഒരു കാലാണ് എന്റെ അമ്മോ. രാത്രി പുള്ളിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാ പാട് നമുക്കേ അറിയുള്ളൂ. എന്റെ ആളിയാ. എന്നിട്ട് അടുത്ത ദിവസം പുള്ളിക്ക് മുട്ട റിഗ്രറ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ ഉണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ മോനെ, പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ, എന്നെ പറഞ്ഞൊന്നും വിടല്ലേ. ചന്ദ്രൻ പോയി തൊഴുവൊക്കെ എന്റെ അമ്മോ. സി കെമാര് വന്നു. എടാ ഇന്നലെ ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു. ഇന്നലെ റാംബോ ഉണ്ടായിരുന്നു, ഷെയ്ക്ക് ഉണ്ടായിരുന്നു, മാക്ക് ഉണ്ടായിരുന്നു, സി കെമാരി ഉണ്ടായിരുന്നു, എന്താ മാലിക് ഉണ്ടായിരുന്നു, പിന്നെ MRCയിലെ ബ്ലേക്ക് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാരും രാവിലെ 7 മണി വരെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പലപ്പോഴും ഇവര് ഹോസ്റ്റേജ് പ്ലാൻ വല്ലതും ഉണ്ടോ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്നലെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ അതാ നിങ്ങളടുത്ത് പറഞ്ഞേ, അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ കേൾക്കണമല്ലോ. 2 സൈഡിലും ഉള്ള കാര്യങ്ങളൂടെ നിങ്ങൾ കേൾക്കുക. എനിക്കും അറിയത്തില്ല ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത്. തൊപ്പിയുടെ POV ആയിട്ടില്ല അതൊന്നും സംസാരിക്കാനല്ല ഇന്നലെ വന്നേ. ചുമ്മാ നോർമലി അവരിവിടെ എറണാകുളത്ത് എന്തോ ഒരു പരിപാടിക്ക് വന്നപ്പം വീട്ടിലോട്ട് വന്നതാ, മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. സോറി എണ്ണാതാ, എന്തിനാണ് സോറി? എന്താ നാളെ കണ്ണൻ ചേട്ടന്റെ വണ്ടി റിവീലാണല്ലോ. ആണോ? ഞാൻ കണ്ടില്ലടാ, ഞാൻ കണ്ടില്ല. എന്താ ഇതെന്താ 500 കിക്ക് പോയിന്റ്സ് ബൂട്ട് ക്യാമ്പിൽ? എനിക്ക് കുറച്ച് സ്പേസ് തരുമോ നിസുക്ക വിചാരിച്ച TVക്ക് ഒരു ബൂട്ട് ക്യാമ്പ് നിസുക്ക വിചാരിച്ചാൽ അത് നടക്കും. ഞാൻ ഉറപ്പ് പറയാം, നിസുക്ക വിചാരിച്ചാൽ TVക്ക് ഒരു ബൂട്ട് ക്യാമ്പ്. നിസുക്ക, ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ, ആ കാര്യത്തിൽ ഞാൻ നിസുക്കയുടെ അടുത്ത് ഒരു ഇതും പറയൂല. നിസുക്ക അങ്ങനെ അങ്ങ് ഫുൾ എക്സ്പെൻസ് അങ്ങ് ഏറ്റെടുത്തൊക്കെ ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് 5 പൈസ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിസുക്കയുടെ അടുത്ത് വരില്ല, ഉറപ്പാണ്. നിസുക്ക ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാൻ വരില്ല കേട്ടോ, അമ്മമാരെ കൊണ്ടുപോക്കോ. എനിക്ക് പെണ്ണുപിള്ളെ കുഞ്ഞൊക്കെ ഉള്ളോണ്ടേ വീട്ടിൽ നിന്ന് വിടൂല്ല എന്നെ. ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ഗൈസ് എല്ലാവർക്കും വെൽക്കം. സൂപ്പർ ജ്യൂസ് വൈഫ് ഉണ്ടാക്കിയതാണ്, അടിപൊളി. ഇത്രയും കുടിച്ചു തീർക്കണല്ലോ ദൈവമേ. മാംഗോ ഷേക്കാ തോന്നുന്നു കേട്ടാ. മാംഗോയുടെ ഒരു രുചി എവിടൊക്കെ ഉണ്ട്, കിണ്ടില്ല. ഒന്നും പറയല്ലേ, ഇല്ല ഒന്നും പറയല കേസ്. എല്ലാവർക്കും വെൽക്കം. VC പോവാ. VC കേറിയില്ലല്ലേ? നിങ്ങൾ എന്ത് റെസ്പോൺസിബിലിറ്റിയാടാ? ഹലോ കീരി. ഓ എടാ ഞാൻ മാറ്റിയിടാ, ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നടാ അന്ന് ശനിയാഴ്ച. റൂട്ടീൻ ഞാൻ ഈ ആഴ്ച കേട്ടാ. അല്ലല്ല, ഞാനിന്ന് ഡിസ്കോഡ് നോക്കിയിട്ട് മറ്റേ ജെയിംസ് ബോണ്ട് കളിക്കാൻ പോണം.
ഓ അപ്പൊ നിങ്ങൾ ഗോകുവേ